രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ അയോഗ്യനാക്കണമെന്ന എത്തിക്സ് കമ്മിറ്റി തീരുമാനത്തോടുള്ള വിയോജിപ്പിലൂടെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് പുറത്ത്. 2005-ൽ ചോദ്യത്തിന് കോഴ വാങ്ങിയ സംഭവത്തിൽ UPA സർക്കാർ സ്വീകരിച്ചത് അതിവേഗ നടപടിയായിരുന്നു. അന്ന് ആരോപിതരായ സ്വന്തം എംപിമാരെ പോലും പുറത്താക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാർ മടി കാണിച്ചില്ല. അതേസമയം ഇന്ന് ബലാത്സംഗ കേസിൽ പ്രതിയായ കോൺഗ്രസ് MLAയ്ക്ക് സംരക്ഷണമൊരുക്കുകയാണ് സംസ്ഥാന നേതൃത്വം. 2005 ഡിസംബറിൽ കോബ്ര പോസ്റ്റ് നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിലൂടെയാണ് പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ എംപിമാർ പണം വാങ്ങുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തുവന്നത്. അന്ന് അധികാരത്തിലിരുന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാർ അവിശ്വസനീയമായ വേഗതയിൽ നടപടിയെടുത്തു. അന്നത്തെ ലോക്സഭാ സ്പീക്കർ സോംനാഥ് ചാറ്റർജി പവൻകുമാർ ബൻസാലിന്റെ നേതൃത്വത്തിലാണ് 5-അംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ചത്. പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പണം വാങ്ങിയെന്ന ആരോപണമുയർന്നപ്പോൾ സ്വന്തം എംപിമാരെ പോലും പുറത്താക്കാൻ അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാർ മടി കാണിച്ചിരുന്നില്ല. പവൻകുമാർ ബൻസാലിന്റെ നേതൃത്വത്തിലുള്ള സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം 11 എംപിമാരെയാണ് അന്ന് പുറത്താക്കിയത്. കുറ്റക്കാരായ 6 BJP എംപിമാർ, 2 BSP, 1 RJD, 1 കോൺഗ്രസ് എന്നിങ്ങനെ 11 പേരെ സഭയിൽ നിന്ന് പുറത്താക്കി. ഇതിൽ ഒരു കോൺഗ്രസ് MP ഉണ്ടായിരുന്നിട്ടും കോൺഗ്രസ് നേതൃത്വം അവരെ സംരക്ഷിച്ചില്ല. എന്നാൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗികാരോപണങ്ങളിലെ എത്തിക്സ് കമ്മിറ്റിയുടെ നടപടികളിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് തുറന്നു കാണിക്കുന്നത്. സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ എംപിമാരെ പുറത്താക്കാൻ കാട്ടിയ അതേ ഉത്സാഹം സ്വന്തം MLAയ്ക്കെതിരെ ബലാത്സംഗം, ഗർഭചിത്രം തുടങ്ങി അതിക്രൂരമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ കോൺഗ്രസ് കാണിക്കുന്നില്ല. എത്തിക്സ് കമ്മിറ്റി നടപടികളെ വേട്ടയാടൽ എന്ന് വിളിച്ച് പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.